السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله وكفى بالله شهيدًا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്. മരണം ഒരു നല്ല ഉപദേശകൻ എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. മരണമെന്ന മഹാസത്യത്തിന് മുൻപിൽ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. അവൻ്റെ അറിവും ആൾബലവും സമ്പത്തുമെല്ലാം മരണത്തിന് മുമ്പിൽ നിഷ്പ്രഭമാകുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൻ്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ്, അവൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കേണ്ട ഒരു വികാരമാണ്, എനിക്ക് മടങ്ങണമല്ലോ, എനിക്കൊരു മടക്കയാത്രയുണ്ടല്ലോ, എൻ്റെ ഈ ജീവനുള്ള ശരീരത്തിൽ നിന്ന് ഈ റൂഹ് വേർപിരിയുന്ന ഒരു ഘട്ടം എനിക്കും വരാനുണ്ടല്ലോ എന്ന ബോധം.
സഹോദരങ്ങളെ, മരണത്തിൻ്റെ മുമ്പിൽ മനുഷ്യർ നിസ്സഹായരാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ മരണത്തിൻ്റെ സമയം നമുക്ക് പറയാൻ സാധ്യമല്ല. മരണത്തിൻ്റെ സമയം ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടുമില്ല. ഏത് നാട്ടിൽ വെച്ച് മരിക്കും എന്ന് മനുഷ്യന് നിർണയിക്കുവാനോ പ്രവചിക്കുവാനോ സാധ്യമല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും സഹോദരങ്ങളെ, മരണത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അവധി അറിയില്ലെങ്കിലും, നാടറിയില്ലെങ്കിലും, സ്പോട്ട് അറിയില്ലെങ്കിലും എനിക്കും നിങ്ങൾക്കുമൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട് നമ്മുടെ മരണത്തിൻ്റെ വിഷയത്തിൽ. അതെന്താണ്? ഏത് സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിലും, ഏത് നാട്ടിൽ വെച്ച് ഞാൻ മരിക്കുകയാണെങ്കിലും ഞാൻ മുസ്ലിമായിട്ടേ മുഅ്മിനായിട്ടേ മരിക്കൂ എന്ന ആ ഒരു തീരുമാനം നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാവുന്നതാണ്, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രധാനം, എപ്പോൾ മരിക്കുന്നു എന്നതുമല്ല പ്രധാനം. അതിനൊക്കെ അതിൻ്റെതായ ചില മേഖലകൾ ഉണ്ടെങ്കിൽ പോലും ഏത് ഘട്ടത്തിൽ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെ മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നേടുന്ന ഏറ്റവും വലിയ ഭാഗ്യം മുസ്ലിമായി മരിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തേക്ക് നിയോഗിതരായ അമ്പിയാക്കന്മാർ പോലും അവരെ ആശിച്ച കാര്യം ഏതായിരുന്നു? ഈ ഭൗതിക ലോകത്ത് ഒട്ടേറെ നിഅമത്തുകൾ അവർക്ക് കിട്ടിയിട്ടും, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടും, ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സമ്മതിച്ചുകൊണ്ട് പിന്നെയും അവർ റബ്ബിനോട് അപേക്ഷിക്കുകയാണ്, അള്ളാഹുവിനോട് തേടുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം മുസ്ലിമായി മരിക്കാൻ, ഇവിടെ നിന്ന് വിട ചോദിക്കുമ്പോൾ ഈമാനോടുകൂടെ വിട ചോദിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്, മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വളരെ വിശദമായ ചരിത്രങ്ങൾ പരാമർശിക്കുന്ന അധ്യായം. ആ അധ്യായത്തിലെ 101-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം കണ്ടോ? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറഹ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ തേട്ടമാണിത്. റബ്ബി, എൻ്റെ നാഥാ, ഖദ് ആതൈതനീ മിനൽ മുൽക്കി, നീ എനിക്ക് അധികാരം നൽകി, രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി. അത് വലിയ നിഅമത്ത് തന്നെയാണ്, ഞാനത് ഓർക്കുന്നു റബ്ബേ. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചു, അതും നീ എനിക്ക് തന്ന നിഅമത്ത് തന്നെ. ഫാത്തിറസ് സമാവാതി വൽ അർള്, ഈ കാണുന്ന ആകാശഭൂമികളൊക്കെ നീ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്, അതിൻ്റെയൊക്കെ സ്രഷ്ടാവും നീ തന്നെയാണ്. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എനിക്കുള്ള ഏക രക്ഷാധികാരി നീ മാത്രമാണ് റബ്ബേ, ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും ഞാൻ സംതൃപ്തനല്ല. അവസാനം ഒന്നുകൂടെ നീ എനിക്ക് നൽകണം. തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. എന്നെ നീ മരിപ്പിക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കണം മരിപ്പിക്കേണ്ടത്. മാത്രമല്ല വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നാളെ പരലോകത്ത് സ്വാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായിരുന്നു അത്.
അത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മാത്രം പ്രാർത്ഥനയല്ല, എല്ലാ സജ്ജനങ്ങളുടെയും ആഗ്രഹമായിരുന്നു. മുഅ്മിനായി മരിക്കുക, അന്ത്യം നന്നാകുക, അവസാനം നന്നാകുക എന്നത് അത് സ്വാലിഹീങ്ങളുടെ ആഗ്രഹമായിരുന്നു, മുത്തഖീങ്ങളുടെ വസിയ്യത്തായിരുന്നു, സജ്ജനങ്ങളുടെ തേട്ടമായിരുന്നു, മഹാന്മാരുടെ ആഗ്രഹമായിരുന്നു. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അതാ മറ്റൊരിടത്തല്ല പറയുന്നു, മഹാന്മാരായ പ്രവാചകന്മാർ പോലും അവരുടെ മക്കൾക്ക് നൽകുന്ന വസിയ്യത്ത് പറയുകയാണ്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറയട്ടെ. മുത്തഖീങ്ങളുടെ വസിയ്യത്ത്, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അന്തിമ വസിയ്യത്ത് നൽകുകയാണ് മരണഘട്ടത്തിൽ, മരണനേരത്തുള്ള മക്കൾക്കുള്ള വസിയ്യത്ത്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹിം അതുകൊണ്ട് തന്നെ മക്കൾക്ക് വസിയ്യത്ത് നൽകി. യാക്കൂബും വസിയ്യത്ത് നൽകി തൻ്റെ മക്കൾക്ക്. എന്താ നൽകിയ വസിയ്യത്ത് എന്നറിയുമോ? യാ ബനിയ, എൻ്റെ പൊന്നുമക്കളെ, വാപ്പക്ക് നിങ്ങളോടൊരു വസിയ്യത്തുണ്ട്. എന്തായിരുന്നു ആ വസിയ്യത്ത്? ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന, അല്ലാഹു നിങ്ങൾക്കൊരു ദീനിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഒരു ദീനല്ല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അനുഗ്രഹീതമായ ദീനാണത്. അതുകൊണ്ട് തന്നെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അവസാനം നന്നാകണം സഹോദരങ്ങളെ, അന്ത്യം നന്നാകണം, മുസ്ലിമായി മരിക്കണം, മുഅ്മിനായി മരിക്കണം, ഈമാനോട് കൂടെ മരിക്കണം. അതിനുള്ള വസിയ്യത്ത് ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെയൊക്കെ തന്നെ സജ്ജനങ്ങളുടെ, ബുദ്ധിമാന്മാരുടെയൊക്കെ പ്രാർത്ഥന പറയുന്നിടത്ത് ഈ വിഷയത്തിനുള്ള പ്രത്യേകമായ തേട്ടം നമുക്ക് കാണാം. സൂറത്തു ആലി ഇമ്രാൻ എടുത്ത് പരിശോധിക്ക്. അവിടെ അതിൻ്റെ അവസാന ഭാഗത്ത് ഉലുൽ അൽബാബ് ആരാണെന്ന് പരിചയപ്പെടുത്തുമ്പോഴും മഹാന്മാരായ ബുദ്ധിയുള്ള മനുഷ്യരുടെ പ്രാർത്ഥന അവിടെ കാണാം. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളിത് ചോദിക്കാറുണ്ടോ? റബ്ബന, ഞങ്ങളുടെ നാഥ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങളെ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തെറ്റുകളെ നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കണമേ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണമേ. മരിപ്പിക്കുന്ന നേരം ഞങ്ങളെ പുണ്യവാന്മാരായി മരിപ്പിക്കാൻ, നല്ലവരായി മരിപ്പിക്കാൻ റബ്ബേ ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണമേ. നോക്കൂ നിങ്ങൾ, മറ്റൊരിടത്ത് തൗബ ചെയ്ത് മടങ്ങുന്ന മഹാന്മാരുടെ പ്രത്യേകത പറയുന്നു. അവിടെയും അല്ലാഹ് പറയുന്നു, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വതവഫനാ മുസ്ലിമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ, ഞങ്ങൾക്ക് നീ ക്ഷമ തരണമേ. മാത്രമല്ല വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളായിട്ട് നീ മരിപ്പിക്കണമേ. എല്ലാവരുടെയും ആഗ്രഹം അതായിരുന്നു, സജ്ജനങ്ങളുടെ. അഷ്റഫുൽ ബശർ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ വകാന അക്തറു ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ദുആ ചെയ്തിരുന്ന വിഷയമറിയുമോ സഹോദരങ്ങളെ? അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ, എനിക്ക് നീ ദീനിൽ സബാത്ത് നൽകണമേ. പാപത്തിൻ്റെ കറപുരളാത്ത അഷ്റഫുൽ ബശറാണ് പറയുന്നത്, അള്ളാഹുവിനോട് തേടുന്നത്, ഈ ദീനിൽ നിന്ന് പിഴച്ചു പോകാത്ത നിലക്ക് നിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നീ എനിക്ക് സബാത്ത് നൽകണമേ മരണം വരെ എന്ന്. അള്ളാഹുവിൻ്റെ
റസൂല് ദുആ ചെയ്തെങ്കിൽ സഹോദരങ്ങളെ അതിൻ്റെ പ്രാധാന്യം എത്രയാണ്. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ ഡേറ്റ് നമുക്ക് നിശ്ചയമല്ലെങ്കിൽ, നമ്മുടെ അവധി നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ലെങ്കിൽ, നമ്മൾ മരിച്ചു വീഴേണ്ട സ്ഥലത്ത് എവിടെയാണെന്ന് നിർണയിക്കാനും പറയാനും നമുക്ക് സാധ്യമല്ലെങ്കിലും മുഅ്മിനായി ഈമാനോടെ മരിക്കാൻ നമുക്ക് ദുആ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പണിയെടുക്കാം. കാരണം അവസാനമാണല്ലോ റബ്ബ് പരിഗണിക്കുന്നത്, അന്ത്യമാണ് റബ്ബ് പരിഗണിക്കുന്നത്, മരിക്കുന്ന സമയമാണ് അല്ലാഹ് പരിഗണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൻ നാരി വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന ويعمل عمل أهل الجنة وإنه من أهل النار وإنما الأعمال بالخواتيم. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നൽ അബ്ദ, ഒരടിമ, ലയഅമലു, പ്രവർത്തിക്കുന്നു, അമല അഹ്ലിൻ നാരി, നരകത്തിൽ പോകേണ്ട ആളുകളുടെ പ്രവർത്തനങ്ങളുമായി ഒരടിമ അതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശികളിൽ പെട്ടവനാണ്. നരകത്തിൽ പോകേണ്ട പണികളാണ് ആ മനുഷ്യൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, നരകം വാങ്ങേണ്ട തിന്മകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാൾ സ്വർഗത്തിൻ്റെ ആളാണ്. എന്തേ? അയാളുടെ അവസാനം അയാൾ നന്നാക്കി, തൗബ ചെയ്തു, ഈമാനോടുകൂടെ മരിച്ചു. വയഅമലു അമല അഹ്ലിൽ ജന്ന, ഒരാളുടെ പ്രവർത്തനം, അയാൾ നരകത്തിൽ സ്വർഗത്തിൽ പോകേണ്ട പ്രവർത്തനങ്ങളാണ് അയാൾ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ. പക്ഷേ വഇന്നഹു മിൻ അഹ്ലിൻ നാർ, അയാൾ യഥാർത്ഥത്തിൽ നരകക്കാരനാണ്, അയാൾ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ അവകാശിയാണ്. കാരണം വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനം നോക്കിയിട്ടാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരാളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല, അയാളുടെ അന്ത്യമാണ് പരിഗണിക്കപ്പെടുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്താണ്? അവസാനം നന്നാക്കലാണ്. അവസാനം മാത്രം നന്നാക്കാൻ മനുഷ്യന് കഴിയില്ല. കാരണം നമ്മുടെ മരണത്തിൻ്റെ ഡേറ്റ് അറിയില്ല, അവധി അറിയില്ല, സമയമറിയില്ല. പിന്നെ എന്തേ നിവൃത്തിയുള്ളൂ? ജീവിതം മുഴുവനും നന്നാക്കുക തന്നെ. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തഖ്വയോടുകൂടെ ജീവിതത്തിലുടനീളം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായിട്ട് മരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യൻ്റെ മരണം രണ്ട് നിലക്കാണ്, രണ്ട് രൂപത്തിലാണ് മനുഷ്യരുടെ മരണം ഉണ്ടാകുന്നത്. ഒന്നുകിൽ നല്ല പര്യവസാനമായിരിക്കും, അതല്ലെങ്കിൽ ചീത്ത പര്യവസാനമായിരിക്കും. രണ്ടിനെ സംബന്ധിച്ചും ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ വചനത്തിൽ ദുഷ്ടമരണത്തെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ദുഷിച്ച മരണത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നു. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. ഇത് സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ വചനാണ്. ഈ വചനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താ അല്ലാഹ് പറയുന്നത്? വലൗ തറാ, മനുഷ്യ, നീയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഭീകരമായ രംഗം. പക്ഷെ കാണില്ലല്ലോ, കാണാൻ കഴിയില്ലല്ലോ അല്ലേ? കാണാൻ കഴിയില്ല, പക്ഷേ കണ്ടിരുന്നെങ്കിൽ. ഏതാണ് ആ രംഗം? ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി, അക്രമികളായ ജനങ്ങൾ മരണത്തിൻ്റെ ലഹരിയിലെത്തിപ്പെടുന്ന മരണഘട്ടം നീയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, നബിയെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, ഭീകരമായ രംഗം. വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നിവർത്തിപ്പിടിച്ചിട്ട് അവരോട് പറയുന്നു, അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവിൻ.
ദുഷിച്ച മനുഷ്യരോട് പറയുകയാണ്, ളാലിമീങ്ങളോട് പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു മലക്കുകൾ, അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയാണ്. ഇന്ന് നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയാണ്. എന്തേ കാരണം? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖി, അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത അപരാധങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അവൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ അഹങ്കാരം നടിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അപമാനമാണ്, അപമാനകരമായ ശിക്ഷയാണെന്ന്. നോക്കൂ നിങ്ങൾ, അത് ധിക്കാരികളായ ആളുകളെ മരിപ്പിക്കുന്ന ഘട്ടം മുതൽ അവർക്ക് അദാബ് തുടങ്ങുകയാണ്. ഖബറിലെ ശിക്ഷയെ നിരാകരിക്കുന്ന കക്ഷികളുണ്ട് മുസ്ലിം സമൂഹത്തിൽ. ഖബറിൽ അദാബില്ലെന്ന് പറയുന്നവരുണ്ട്. ഖബറിലെ അദാബിനെ നിഷേധിക്കുന്നത് പുരോഗമന ചിന്തയാണെന്ന് വാദിക്കുന്നവരുണ്ട്. അവർക്ക് അള്ളയാണ് ഈ വചനത്തിലൂടെ മറുപടി കൊടുക്കുന്നത്. അല്ല മറുപടി കൊടുക്കുകയാണ്, മരണം മുതൽ അക്രമികൾക്ക്, ധിക്കാരികൾക്ക് അദാബ് തുടങ്ങുകയാണ്. കാരണം അല്ല പറഞ്ഞത് എങ്ങനെയാണ്? അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ. അൽ യൗം എന്ന പദത്തിൻ്റെ അർത്ഥമറിയാത്ത ഗൾഫുകാരില്ല, പ്രവാസികളില്ല. ഇന്നേ ദിവസം എന്നല്ലേ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പറയുന്ന വാചകമല്ലേ അൽ യൗം എന്ന് പറയുന്നത്? അൽ യൗം എന്നാൽ എന്താണ്? യദുല്ലു അലാ സമനിൽ ഹാദിരി വഹുവ ഖിയാമത്ത് വരുന്നതിന് മുമ്പ് ഇന്നെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഹാലിറായ സമനിനെയാണ്, ഇപ്പോൾ പ്രസന്റായ സമയത്തെയാണ് അറിയിക്കുന്നത്. അവിടെ മുതൽ ധിക്കാരികൾക്ക് അദാബ് തുടങ്ങുകയാണ്. മരണത്തിൻ്റെ നേരവും അദാബ്, ഖബറിലും അദാബ്, ഇലാ യൗമിൽ ഖിയാമ. ഇത് ധിക്കാരികളുടെ മരണം. എന്നാൽ നല്ല മനുഷ്യരുടെ നല്ല മരണത്തെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നുണ്ട്. അത് മറ്റൊരു ഘട്ടമാണ്. മുഅ്മിനീങ്ങളുടെ മരണം, മുസ്ലിമായി കൊണ്ടുള്ള മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ടുള്ള മരണം, നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ടുള്ള മരണം, നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള മരണം, ആഖിറത്തിലേക്കുള്ള മുഅ്മിനിന്റെ യാത്ര. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون إن الذين ഒരു വിഭാഗം ആളുകൾ അവരാരാണ്? ഖാലു, അവർ പറഞ്ഞു, അവർ പ്രഖ്യാപിച്ചു. എന്ത്? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ല തന്നെയാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലയാണ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലയാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു വിഭാഗം ആളുകൾ വെറുതെ വായ കൊണ്ട് പറയുക മാത്രമാണോ? അല്ല. സുമ്മസ്തഖാമു, പിന്നീട് അവർ അതനുസരിച്ച് റബ്ബിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അള്ളയാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുന്ന എത്ര കക്ഷികൾ ലോകത്തുണ്ട്. ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന്, നസാറാക്കൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന്, അറേബ്യൻ മുശ്രിക്ക് പറഞ്ഞില്ലേ ഈ ലോകത്തിൻ്റെ സട്ടാവാണ് ഞങ്ങളുടെ റബ്ബെന്ന്, പിഴച്ച കക്ഷികൾ മുഴുവനും പറഞ്ഞില്ലേ ഈ ലോകത്തിനൊരു റബ്ബുണ്ടെന്ന്. പക്ഷേ ആ വാചകം കൊണ്ട് മാത്രം പോരാ. സുമ്മസ്തഖാമു, അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മരണ സന്ദർഭം അല്ല പറയുന്നു, തതനസ്സലു അലൈഹിമുൽ മലായിക, അതാ മലക്കുകൾ അവരുടെ മരണ സന്ദർഭത്തിൽ മരണനേരത്ത് ഇറങ്ങി വരികയാണ്. മലക്കുകൾ ഇറങ്ങി വരും, റഹ്മത്തിൻ്റെ മലക്കുകൾ വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കരുത്. നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു രംഗം തന്നെയാണത്. നിങ്ങൾ പേടിക്കരുത്. വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കരുത്, ടെൻഷനാകരുത്. വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷവാന്മാരാകുക. ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമില്ലേ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങളുടെ മക്കളില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ, നിങ്ങളുടെ ഭാര്യയില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ, നിങ്ങളുടെ ഭർത്താവില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ,
നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഉമ്മയില്ലല്ലോ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഉപ്പയില്ലല്ലോ, നിങ്ങളുടെ കുടുംബമില്ലല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കളില്ലല്ലോ, എല്ലാവരോടും നിങ്ങൾ പിരിഞ്ഞു പോന്നു. നിങ്ങൾക്ക് വിഷമമുണ്ടാകും. പക്ഷേ ആരും നിങ്ങൾക്കില്ലെങ്കിലും നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്, നിങ്ങളുടെ മിത്രങ്ങളാണ് ഞങ്ങൾ. ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും, ഖബറിൻ്റെ ഏകാന്തതയിലും നാളെ ആഖിറത്തിലും എല്ലാം നിങ്ങൾക്ക് കൂട്ടുകാരായി ഞങ്ങളുണ്ടെന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ. എന്നിട്ട് അവരോട് പറയുന്നു, വലക്കും ഫീഹാ, നിങ്ങൾക്കവിടെയുണ്ട് സ്വർഗത്തിൽ, മാ തഷ്തഹീ അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെല്ലാം. വലക്കും ഫീഹാ, നിങ്ങൾക്കവിടെയുണ്ട്, മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണ്യകനായ റബ്ബിൻ്റെ വിരുന്ന് സൽക്കാരമാണത്. ആ വിരുന്ന് സൽക്കാരത്തിലേക്ക് നിങ്ങൾക്ക് ആതിഥ്യമരുളാനാണ് ഞങ്ങൾ വന്നതെന്നും പറഞ്ഞിട്ട് മുഅ്മിനുകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് മരിപ്പിക്കുന്ന ഘട്ടം, അതാ ആനന്ദം നൽകിക്കൊണ്ട് മരിപ്പിക്കുന്ന ഘട്ടം, ആശ്വാസമേകുന്ന വാചകങ്ങൾ പറയുന്ന രംഗം മുഅ്മിനിൻ്റെ മരണത്തിൻ്റെ, മുസ്ലിമിൻ്റെ മരണത്തിൻ്റെ രംഗമാണെന്ന് ഖുർആൻ അതാ പറയുന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു മഹാഭാഗ്യമാണത്. ഈ മഹാഭാഗ്യത്തിന് വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ദുആ ചെയ്തത്, ഇതിനു വേണ്ടിയാണ് സജ്ജനങ്ങൾ കൊതിച്ചത്, ഇതിനു വേണ്ടിയാണ് പുണ്യവാന്മാർ ആഗ്രഹിച്ചു പോയത്, ഈ മരണത്തിന് വേണ്ടിയാണ് മുത്തഖീങ്ങൾ വസിയ്യത്ത് ചെയ്തത്, ഈ മരണത്തിന് വേണ്ടിയാണ് അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് വസിയ്യത്ത് പറഞ്ഞത്. സഹോദരങ്ങളെ, നിസ്സാരമല്ല, ഗൗരവമായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ രണ്ടായത്തുകളുടെയും വിശദീകരണമെന്ന നിലക്ക് അതാ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുദീർഘമായൊരു ഹദീസിലൂടെ മരണം മുതൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നു. അതാ അവിടുന്ന് പറയുന്നു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ പ്രമുഖനാണ്. മഹാനായ സഹാബിയത ഒരു രംഗം വിശദീകരിച്ചു തരുന്നു. എന്താ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്? ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാരി ഫൻതഹൈനാ ഇലൽ ഖബ്രി വലമ്മാ യുൽഹദ് ഫജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗലഹു കഅന്ന അലാ റൂസിന الطير وفي يده عود ينكت في الأرض فرفع رأسه فقال استعيذوا بالله من عذاب القبر مرة أو مرتين أو ثلاثا. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങളിൽ നിന്ന് ഒരു അൻസാരി സഹോദരൻ മരണപ്പെട്ടു പോയി. ഒരു അൻസാറുകളിൽപ്പെട്ട സ്വഹാബി മരിച്ചുപോയി. അങ്ങനെ ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാരി, ആ മയ്യിത്തിൻ്റെ കൂടെ ഞങ്ങളും റസൂലുള്ളയുടെ കൂടെ ആ മയ്യിത്തിനെ അനുഗമിച്ചുകൊണ്ട് അതാ മഖ്ബറയിലേക്ക്, അതല്ലെങ്കിൽ ആ മയ്യിത്ത് അടക്കം ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഫൻതഹൈനാ ഇലൽ ഖബ്രി, ഖബറിൻ്റെ അടുക്കൽ ഞങ്ങൾ എത്തി. വലമ്മ യുൽഹദ്, അങ്ങനെ ആ മയ്യത്തിനെ ഖബറിൽ വെച്ച്, ലഹദിൽ വെച്ച് അടക്കം ചെയ്തപ്പോ, രണ്ടു നിലക്കാണല്ലോ ഖബറുള്ളത്, ഒന്ന് ഖബറാണ്, മറ്റൊന്ന് ലഹദാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുഴിക്കപ്പെടുന്നത് ഖബറാണ്, എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലഹദ് സംവിധാനമാണ്. അങ്ങനെ ലഹദിൽ അടക്കം ചെയ്തപ്പോൾ ഫജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ അതാ അവിടെ ഇരിക്കുന്നു. വജലസ്നാ ഹൗലഹു, ഞങ്ങളും നബിയുടെ ചുറ്റുമതാ ഇരിക്കുകയായി. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ്, എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന നേരമാണ്. കഅന്ന അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെയൊക്കെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നത് പോലെ ഞങ്ങൾ അനക്കാതെ അതാ നബിയെ സാഗൂതം ശ്രവിക്കുകയായിരുന്നു. എന്തിനാണ് നബി ഇരുന്നത് എന്ന് നോക്കാൻ, എന്താണ്
ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്നറിയാൻ. നമ്മുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്രമാത്രം അനക്കാതെ നമ്മൾ പിടിക്കുമോ, അതുപോലെ അഷ്റഫുൽ ബശറിന്റെ ഉപദേശം കേൾക്കാൻ സഹാബത്ത് കാതോർക്കുകയായിരുന്നു. സഹാബി പറയുന്നു, മരത്തിൻ്റെ ഒരു കഷ്ണമുണ്ട്, മരത്തിൻ്റെ ഒരു വടി എന്ന് നമുക്ക് പറയാം, ഒരു കോലുണ്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ, ഭൂമിയിൽ അതുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നു. വാനലോകത്തേക്ക് അവിടുത്തെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് സഹാബാക്കളോട് ഒന്നല്ല രണ്ടല്ല ഏകദേശം 3ഓളം തവണ ആവർത്തിച്ചു പറയുന്നു, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടണേ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ തേടണേ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ തേടണേ. അതിൻ്റെ ഭയാനകത കൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂല് 3 തവണ പറഞ്ഞത്. ഖബറടക്കം കഴിഞ്ഞ ഉടനെ പറയുകയാണ്. ആ സ്വഹാബത്ത് അത് കേൾക്കും എന്ന മനസ്സുള്ള, അത് കേൾക്കാൻ പാകത്തിലുള്ള മനസ്സാണെന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അവിടുന്ന് ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ടതാ അവിടുന്ന് 2 നിലക്കുള്ള മരണത്തിൻ്റെ ഘട്ടങ്ങൾ വിശദീകരിച്ചു തുടങ്ങുന്നു. ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാഇ ബീദുൽ വുജൂഹ് കഅന്ന വുജൂഅഹുമുശ് ശംസു മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, ഇന്നൽ അബ്ദൽ മുഅ്മിന, ഇന്നൽ അബ്ദൽ മുഅ്മിന, മുഅ്മിനായ ഒരു ദാസൻ, ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ, ദുനിയാവിനോട് അയാൾ മുറിഞ്ഞ് ദുനിയാവിൽ നിന്ന് അയാൾ യാത്ര പുറപ്പെട്ട് വഇഖ്ബാലിൻ മിനൽ ആഖിറ, ആഖിറത്തിലേക്ക് യാത്ര മുന്നിടുന്ന സമയത്ത്, ആഖിറത്തിലേക്ക് മുന്നിട്ട് പോകുന്ന സമയത്ത്, നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ, വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയായി. എങ്ങനെയുള്ള മലക്കുകളാണ്? ബീദുൽ വുജൂഹ്, നല്ല പ്രസന്നതയുള്ള മുഖങ്ങളാണ് ആ മലക്കുകൾക്കുള്ളത്. കഅന്ന വുജൂഅഹുമുശ് ശംസു, സൂര്യസമാനമായ ശോഭയുള്ള മുഖങ്ങൾ. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗീയ സൗരഭ്യമുള്ള കഫൻ പുടവയുണ്ട് അവരുടെ കയ്യിൽ. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗീയ സൗരഭ്യമുള്ള സുഗന്ധം അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടോ കണ്ണെത്തുന്ന ദൂരത്താ മലക്കുകൾ വന്നിരിക്കുന്നു. ആദ്യം മലക്കുകൾ വരുന്നു, ഒരു കൂട്ടം മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, പിന്നീട് അവർക്ക് പിറകിലായി ആത്മാവിനെ ഏറ്റെടുക്കാൻ ഉത്തരവാദിത്വമുള്ള മലക്കുൽ മൗത്ത്. ചില ആളുകൾ ഷിയാക്കൾ പേര് വെച്ചു അസ്റായീൽ എന്ന്. പക്ഷേ ഖുർആനിലോ സുന്നത്തിലോ അസ്റായീൽ എന്നൊരു പേരില്ല തന്നെ. അത് ഷിയാക്കളുടെ വകയാണ്. ഖുർആൻ പറഞ്ഞത് മലക്കുൽ മൗത്ത്, അതല്ലെങ്കിൽ മലായികത്തുൽ മൗത്ത്. ഹദീസുകളിൽ റസൂലുള്ള പഠിപ്പിച്ചത് മലക്കുൽ മൗത്താണെന്ന്. ആ മലക്കുൽ മൗത്ത് വരികയായി അലൈഹിസ്സലാം ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, ഈ മുഅ്മിനായ ദാസന്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് പറയുന്നു, അയ്യതുഹൻ നഫ്സുത് ത്വയ്യിബ, നല്ല ആത്മാവേ, നല്ല ആത്മാവേ. ആ ആത്മാവിനെ വിളിക്കുന്ന രീതിയാണ്, നല്ല ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നീ വന്നാലും, അല്ലാഹുവിങ്കൽ നിന്നുള്ള തൃപ്തിയിലേക്ക് നീ ഇറങ്ങി വന്നാലും, അപ്പോഴതാ ആ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് വരുന്നു. ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖതറതു മിൻ ഫിസ്സിഖാ, ഒരു പാനപാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്ന ലാഘവത്തോടെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഒഴുകി വരികയായി. ആത്മാവ് ഒഴുകി വരികയായി.
യഗ്തസീലു എന്നല്ലേ പ്രയോഗിച്ചത്? ഫയഖുദുഹാ, അതിനെ സ്വീകരിക്കുന്നു. ഫഇദാ അഖദഹാ, അങ്ങനെ ആത്മാവിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലം യദഊഹാ ഫീ യദിഹി തറഫത ഐനിൻ ഹത്താ യഖുദൂഹാ ഫയജഅലൂഹാ ഫീ ദാലികൽ കഫനി, അവർ കൊണ്ടുവന്ന കഫൻ പുടവയിൽ അതിനെ പൊതിയുകയായി. വഫീ ദാലികൽ ഹനൂതി, ആ സുഗന്ധത്തിൽ അതിനെ പൊതിയുകയായി. വയഖ്റുജു മിൻഹാ കാതിയബി നഫ്ഹതി മിസ്കിൻ വുജിദത അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് അനുഭവഭേദ്യമായ സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ല സുഗന്ധം ആത്മാവിൽ നിന്ന് അടിച്ചു വീശുകയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന രംഗമാണിത്. അങ്ങനെ ആ ആത്മാവിനെയും കൊണ്ട് ഫയസ്അദൂന ബിഹാ, അവർ കയറിപ്പോകുകയാണ്, അവർ വാനലോകത്തേക്ക് കയറുകയാണ്. ഫലാ യമുറൂന യഅനി ബിഹാ അലാ മലഇൻ മിനൽ മലായിക, മലക്കുകളുടെ സംഘങ്ങളുടെ മുമ്പിലൂടെ ആത്മാവുമായി അവർ കയറിപ്പോകുമ്പോൾ ഇല്ലാ ഖാലു, അവർ പറയുകയായി മാ ഹാദർ റൂഹു ത്വയ്യിബു, ഈ നല്ല ആത്മാവ് ഏതാണ്? ഫയഖൂലൂൻ, മലക്കുകൾ പരിചയപ്പെടുത്തുന്നു, ഫുലാൻ ഇബ്നു ഫുലാനിൻ ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ ആ മനുഷ്യനെ വിളിച്ചിരുന്ന നല്ല പേരുകൊണ്ട് മലക്കുകളുടെ കൂട്ടങ്ങൾക്ക് ആ മനുഷ്യനെ പരിചയപ്പെടുത്തുകയായി. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും, മലക്കുകളുടെ സംഘങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഹത്താ യൻതഹു ബിഹാ ഇലസ്സമാഇ ദുനിയാ, അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് എത്തിയാൽ ഫയസ്തഫ്തിഹൂന ലഹു, ആ കവാടം, ആകാശത്തിൻ്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും കിതാബുകളിലുള്ള ഇബാറത്തല്ല ഞാൻ വായിക്കുന്നത്, മുത്തു നേതാവ് പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിനെയൊക്കെ നിഷേധിച്ച് സമാധാനമടയുന്നൊരു കൗമിൻ്റെ മുമ്പിൽ മരണാനന്തരം മനുഷ്യൻ അനുഭവിക്കുന്ന രംഗങ്ങളാണ് പറയുന്നത്. ആകാശ കവാടം തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഫയുഫ്തഹു ലഹും, അങ്ങനെ ആകാശത്തിൻ്റെ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയായി. ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇലസ്സമാഇ അല്ലതി തലീഹാ, അങ്ങനെ ഓരോ ആകാശത്തിൻ്റെ കവാടങ്ങളിൽ നിന്നും കുറച്ചു മലക്കുകൾ അതിനെ അനുഗമിക്കുകയാണ് അടുത്ത ആകാശത്തിൻ്റെ കവാടത്തിലെത്തുന്നത് വരെ. ഹത്താ യുൻതഹാ ബിഹി ഇലസ്സമാഇ സാബിആ, അങ്ങനെ ഏഴാം ആകാശത്തിൻ്റെ കവാടത്തിലെത്തും. ഏഴാം ആകാശത്തിൻ്റെ കവാടത്തിലെത്തിയാൽ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയായി, അല്ലാഹു പറയും എന്ത്? ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലീൻ, എൻ്റെ ഈ അടിമയുടെ രേഖകളെല്ലാം നിങ്ങൾ ഇല്ലീനിൽ രേഖപ്പെടുത്തി വെക്കണേ. വഅഈദൂഹു ഇലൽ അർളി, എൻ്റെ ഈ അടിമയുടെ ആത്മാവിനെ നിങ്ങൾ ഭൂമിയിലേക്ക് മടക്കേണമേ. ഫഇന്നീ മിൻഹാ ഖലഖ്തുഹും, ആ ഭൂമിയിൽ നിന്നാണ് ഞാൻ അവരെ പടച്ചത്. വഫീഹാ ഉഈദുഹും, അതിലേക്ക് തന്നെ ഞാൻ ഒന്നുകൂടെ മടക്കും. വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ, ഇനി ഒരിക്കൽ കൂടെ തന്നെ ആ ഭൂമിയിൽ നിന്ന് ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അങ്ങനെ ആത്മാവിനെ അതാ ശരീരത്തിലേക്ക് തന്നെ മടക്കുകയായി. ആ ആത്മാവ് ശരീരത്തിലേക്ക് തന്നെ മടക്കും. അങ്ങനെ ഖബറിലെ അദാബ് പറയുകയാണ്, ഖബറിലെ രംഗം പറയുകയാണ്. ഫയഅതീഹി മലക്കാനി, രണ്ട് മലക്കുകൾ വരുന്നു. ഫയുജ്ലിസാനിഹി, എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ഫയഖൂലാനി ലഹു, അയാളോട് ചോദിക്കുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് മനുഷ്യ, നിന്റെ റബ്ബാരാണ് അടിമേ? ഫയഖൂൽ, മുഅ്മിനായ ദാസൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹ് ാണ്. ഫയഖൂലാനി ലഹു, അവർ ചോദിക്കുന്നു, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? പറയും ആ അടിമ, ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീനി ഇസ്ലാമാണ്. ഉടൻ തന്നെ ചോദിക്കുന്നു, മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിതനായ ഈ മനുഷ്യൻ ആരാണ്? ഫയഖൂലു, അതാ അടിമ പറയുകയാണ്, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി
ശരിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഫയഖൂലാനി ലഹു, വീണ്ടും ആ മലക്കുകളുടെ ചോദ്യം, വമാ ഇൽമുക, നീ എന്ത് വിവരമാണ് നേടിയത്? ഫയഖൂലു, ആ അടിമ പറയുന്നു, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തു. ഫആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു. വസദ്ദഖ്തു, അത് ഞാൻ സത്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഫയുനാദി മുനാദിം ഫിസ്സമായി അൻ സ്വദഖ അബ്ദീ, വാനലോകത്തു നിന്ന് ഒരു വിളി കേൾക്കുന്നു, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, എൻ്റെ ദാസൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഫഅഫിരിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. ആകാശലോകത്തു നിന്ന് വിളി കേൾക്കുന്നതാണ്. എന്താ വിളി? വിളിച്ചു പറയപ്പെടുമെന്നാണ്, എൻ്റെ അടിമക്ക് അയാളുടെ ഖബറിൽ സ്വർഗം വിരിച്ചു കൊടുക്കുക, സ്വർഗത്തിൽ നിന്നുള്ള അവസ്ഥയുണ്ടാക്കി കൊടുക്കുക, സ്വർഗത്തിൽ നിന്നുള്ളത് ധരിപ്പിച്ചു കൊടുക്കുക, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം എൻ്റെ അടിമക്ക് ഖബറിൽ നിങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് വിളിച്ചു പറയപ്പെടുമ്പോൾ ഫയഅതീഹി മിൻ റൗഹിഹാ, അതാ സ്വർഗത്തിൻ്റെ ആശ്വാസം ഖബറിലേക്ക് വരുന്നു. വതീബിഹാ, അതിൻ്റെ പരിമളം അടിച്ചു വീശുന്നു. വയുഫ്സഖു ലഹു ഫീ ഖബരിഹി മദ്ദ ബസ്രിഹി, കണ്ണെത്തുന്ന ദൂരമൊക്കെ ഖബർ വിശാലമാകുന്നു. നോക്കൂ നിങ്ങൾ, സത്യവിശ്വാസിയുടെ അവസ്ഥയാണിത്. നല്ല മരണത്തിൻ്റെ രംഗമാണിത്. മുഅ്മിനായ അടിമക്ക് അള്ളാഹു നൽകുന്ന ഭാഗ്യമാണിത്. ഇതിനാണ് നമ്മൾ റബ്ബിനോട് തേടണം എന്ന് പറയുന്നത്. ഇതാണ് അമ്പിയാക്കന്മാരെ ചിന്തിപ്പിച്ചത്, ഇതാണ് സ്വാലിഹീങ്ങളെ ചിന്തിപ്പിച്ചത്, ഇതാണ് മഹാന്മാരെ ഭയപ്പെടുത്തിയ കാര്യം. ഈ രംഗം കിട്ടുമോ ഇല്ലേ, ഇങ്ങനെ മരിക്കാനാകുമോ ഇല്ലേ എന്നതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനു വേണ്ടി തേടണം. ഇതിനു വേണ്ടി ഒരിക്കൽ തേടിയാൽ പോരാ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് തേടണം. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, അങ്ങനെ ഖബറിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ അതാ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ ഖബറിലേക്ക് വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. ഇതൊക്കെ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? വഫിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അവിടെ ബുദ്ധിയുടെ മജാലല്ല, ബുദ്ധിയുടെ മേഖലയല്ല, അവിടെ മനനത്തിൻ്റെ മേഖലയല്ല, അവിടെ ചിന്തയുടെ രംഗമില്ല. മരണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധിക്ക് കടന്നു പോകാൻ പറ്റുന്ന മേഖലകളല്ല. മരണം വരെയൊക്കെ നമുക്ക് പലതും ചിന്തിക്കാം. മരണാനന്തര ജീവിതം ബുദ്ധിക്ക് ഗോചരമല്ല. അതൊക്കെ പ്രമാണങ്ങൾ പറയുന്നത് പോലെ വിശ്വസിക്കലാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അതിനുള്ള തൗഫീഖ് കിട്ടുക എന്നത് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇതൊക്കെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നത് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. ഇത് കിട്ടാത്തവൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യവുമില്ല. അതാ നല്ല ഒരു മുഖം, നല്ല ശോഭയുള്ള പ്രസന്നവദനായ സുമുഖനായ ഒരു മനുഷ്യൻ ഖബറിലേക്ക് വരുന്നു. ഹസനുസ്സിയാബി, നല്ല വസ്ത്രം ധരിച്ച മനുഷ്യനാണ്. ത്വയ്യിബുർരീഹി, നല്ല പരിമളം അടിച്ചു വീശുന്നുണ്ട്. ഫയഖൂൽ, എന്നിട്ട് ഈ കിടക്കുന്ന മുഅ്മിനിനോട് ആ മനുഷ്യൻ പറയുകയാണ്. എന്താ പറയുന്നത്? അബ്ശിർ ബില്ലദീ യസുറുക് ഹാദാ യൗമുകല്ലദീ കുൻത തുഅദു, സന്തോഷിച്ചോ, നല്ലോണം സന്തോഷിച്ച് കിടന്നോ, ഇത് അള്ളാഹു നിനക്ക് വാഗ്ദാനം ചെയ്ത ദിവസമാണ്. ഫയഖൂലു ലഹു, മുഅ്മിനായ ദാസൻ ആ മനുഷ്യനോട് ചോദിക്കുന്നു, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടയാളോട് ചോദിക്കുന്നു, മൻ അൻത, നിങ്ങൾ ആരാണ്? മനസ്സിലായില്ലല്ലോ. ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിങ്ങളുടെ മുഖം കണ്ടാൽ നന്മയുമായി വന്നവൻ്റെ മുഖം പോലെയുണ്ടല്ലോ. ഫയഖൂൽ, അപ്പോഴതാ മനുഷ്യൻ പറയുന്നു, അന അമലുക സ്വാലിഹ്, ഞാൻ നീ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളാണ്, നിന്റെ സൽക്കർമ്മങ്ങളെ ഈ രൂപത്തിൽ അല്ലാഹു പരിവർത്തിപ്പിച്ചതാണ്. ഫയഖൂൽ, അതാ മുഅ്മിന് പറയുന്നു, റബ്ബി അഖിമിസ്സാ ഹത്താ അർജിഅ ഇലാ അഹ്ലി, എൻ്റെ റബ്ബേ അന്ത്യനാൾ നീ വേഗത്തിൽ കൊണ്ടുവാ, എനിക്കെൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങണം, എനിക്കെൻ്റെ അഹ്ലുകാരിലേക്ക് മടങ്ങണം. അവിടെ അഹ്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം മുഅ്മിനീങ്ങളായ എൻ്റെ കൂട്ടാളികളിലേക്ക് മടങ്ങണം എനിക്ക്. അതുകൊണ്ട്
പറഞ്ഞുകൊണ്ട് അഖിമിസ്സാ, അന്ത്യനാളിനെ നീ വേഗത്തിൽ കൊണ്ടുവാ എന്ന് പ്രാർത്ഥനയുമായി ഖബറിൽ കിടക്കുമെന്ന്. അതേപോലെ തന്നെ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, മറ്റൊരു റിവായത്ത് പ്രകാരം എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ ധനത്തിലേക്കുമൊക്കെ എനിക്ക് മടങ്ങാൻ വേഗം അന്ത്യനാളിനെ നീ കൊണ്ടുവരണേ എന്ന് ആ മുഅ്മിന് പറയുമെന്നാണ്. ഇതൊരു രംഗമാണ്, ഇത് മുഅ്മിനിൻ്റെ രംഗമാണ്, മുസ്ലിമിൻ്റെ രംഗമാണ്, ഭാഗ്യമേറിയ രംഗമാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തൊരു ഘട്ടവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ പറയട്ടെ, എന്നിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് വരാം. വ ഇന്നൽ അബ്ദൽ കാഫിറ അവിൽ മുനാഫിഖ ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാഇ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാഇ സൂദുൽ വുജൂഹ് മഅഹുമുൽ മുസൂഹ് ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ. മുനാഫിഖ് മരിക്കുന്ന ഘട്ടം, കാഫിർ മരണമാസന്നമായ ഘട്ടം, വാനലോകത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ മലക്കുകൾ എങ്ങനെയാണ് വരുന്നതെന്നോ, അവരുടെ മുഖം കറുത്തിരുണ്ട മുഖമാണ്, അവരെ കാണുന്നത് തന്നെ ഭീതിജനകമാണ്, അവരെ കണ്ടത് തന്നെ മതി, പിന്നെ ഒന്നും വേണ്ട. ഭയാനകത മുറ്റി നിൽക്കുന്ന രംഗമാണ് ആ മലക്കുകളെ കാണുന്ന രംഗം. അത് കാണാൻ സഹിക്കില്ല. അത് കാണുമ്പോൾ തന്നെ വെപ്രാളം തുടങ്ങുകയായി, അവരെ കാണുമ്പോൾ തന്നെ പേടി വരികയായി. കറുത്ത മുഖങ്ങൾ, ഇരുണ്ട രൂപങ്ങൾ, മല്ലന്മാരായ മലക്കുകൾ, എന്തിനും മടിക്കാത്ത രൂപം. അങ്ങനെ അവരുടെ കയ്യിലാണെങ്കിലോ, കയ്യിലേക്ക് നോക്കുമ്പോഴല്ലേ കാണുന്നത് മഅഹുമുൽ മുസൂഹ്, അവരുടെ കയ്യിലതാ വലിയ വലിയ ദണ്ഡുകളുണ്ട്, അവരുടെ കയ്യിലതാ നരകത്തിൽ നിന്നുള്ള ഒരു തരം വസ്ത്രവുമുണ്ട്, അഗ്നി കൊണ്ടുള്ള വസ്ത്രമുണ്ട് അവരുടെ കയ്യിൽ. എന്നിട്ടോ അവര് ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, കണ്ണെത്തുന്ന ദൂരത്ത് അവർ ഇരിക്കുന്നു. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, പിന്നീട് അവർക്ക് പിറകെ മലക്കുൽ മൗത്തും വരികയായി. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, തലയുടെ ഭാഗത്ത് ഇരിക്കുന്നു. ഫയഖൂൽ, എന്നിട്ട് അടിമയോട് പറയുന്നു, അയ്യതുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട അടിമേ, വൃത്തികെട്ട ആത്മാവേ, ഉഖ്റുജീ ഇലാ സഖതിൻ മിനല്ലാഹി വഗളബിൻ, അല്ലാഹുവിൻ്റെ ക്രോധത്തിലേക്ക് വരാൻ, അല്ലാഹുവിൻ്റെ കോപത്തിലേക്ക് വരാൻ. അല്ലാഹുവിൻ്റെ കോപത്തിലേക്ക് നീ ഇറങ്ങി വന്നാലും അപ്പോഴെന്തു സംഭവിക്കുന്നു? ഫതുഫർരിഖു ഫീ ജസദിഹി, അതാ ഹൃദയം, ശരീരമാകെ ആകെ ഛിന്ന ഭിന്നമാകുകയാണ്, ശരീരത്തിൽ ആത്മാവ് ഓടി ഒളിക്കുകയാണ്. അങ്ങനെ ഫയൻതസിഉഹാ കമാ യുൻതസഉ സുഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ ഒരു പരുത്തിക്കെട്ട്, അതാ നനഞ്ഞുപോയ ഒരു പരുത്തിക്കെട്ട്, പരുത്തിക്കെട്ട്, അതാ അത് ധാരാളം കൊളുത്തുകളുള്ള ഒരു ഇരുമ്പ് ദണ്ടിൻ്റെ അകത്ത് ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് ആ പരുത്തിക്കെട്ടിനെ വലിച്ചൂരുമ്പോൾ ഏതൊരവസ്ഥയിലാണോ ആ പരുത്തികൾ പുറത്തു പോരുന്നത്, ഇതേ ലാഘവത്തോടുകൂടെയാണ് ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തു പോരുന്നത്. എന്നാലോചിച്ച് നോക്കൂ, നനഞ്ഞ പരുത്തിക്കെട്ട് ഒരു മുള്ളിൻ്റെ അകത്ത് കുടുങ്ങിയാൽ അതിനെ വലിച്ചൂരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വേദന നിറഞ്ഞ അവസ്ഥ, സഹിക്കാനാവാത്ത വേദന. പണ്ഡിതന്മാരതിൻ്റെ വേദനകളെ അവരുടേതായ ഭാവനയിൽ അവർ വിശദീകരിക്കുന്നുണ്ട്. 1000 മൊട്ടുസോജികൾ കൊണ്ട് ശരീരത്തിൽ കുത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന വേദന എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ഞരമ്പുകളും വലിച്ചൂരുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രയായിരിക്കും, അനുമാനിക്കാൻ സാധിക്കാത്തത്ര വേദനാജനകമായ രംഗമായിരിക്കും അത്. അങ്ങനെ ഫഇദാ അഖദഹാ ലം യദഉഹാ ഫീ യദിഹി ത്വറഫത ഐനിൻ, ആ ആത്മാവിനെ അവർ വലിച്ചൂരി കഴിഞ്ഞാൽ ആ ആത്മാവിനെ അവരുടെ കൈകളിൽ ഒരു സെക്കൻഡ് പോലും അവർ അവശേഷിപ്പിക്കുന്നതല്ല. മറിച്ച് അവരെന്തു ചെയ്യുന്നുവെന്നോ, ഹത്താ യജഅലുഹാ ഫീ തിൽകൽ മുസൂഹി, ആ അഗ്നിയിൽ നിന്ന് കൊണ്ടുവന്ന, നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ വസ്ത്രത്തിൽ അവരതിനെ പൊതിയുകയാണ്. എന്നിട്ടോ ഫയഖുദുഹാ ഫഇദാ, അങ്ങനെ വയഖ്റുജു മിൻഹാ കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർളി, ഒരു ബോഡി അഴുക്കായാൽ
അതിൽ നിന്ന് പുറത്തു വരുന്ന ദുർഗന്ധം അസഖ്യമാണ് മനുഷ്യനിലെ. ഒരു ബോഡി അഴുക്കായി തീർന്നാൽ അതിൽ നിന്ന് വരുന്ന അതിശക്തമായ ദുർഗന്ധം സഹിക്കാൻ കഴിയില്ല. അതിനേക്കാൾ ദുർഗന്ധമായിരിക്കും ആ ആത്മാവിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെ ഫയസ്അദൂന ബിഹാ, ആത്മാവുമായി വാനലോകത്തേക്ക് മലക്കുകൾ പറന്നുയരുകയാണ്. അങ്ങനെ അവർ വാനലോകത്തെത്തുന്നു. ഫലാ യമുറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായികതി ഇല്ലാ ഖാലൂ മാ ഹാദർ റൂഹുൽ ഖബീസു. ഈ ദുഷിച്ച ആത്മാവ് ആരുടെ ആത്മാവാണെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ ഫയഖൂലൂന, മലക്കുകൾ പറയുന്നു, ഫുലാനു ബിനു ഫുലാനിൻ ബി അഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിൽ അർളി ഫിദ് ദുനിയാ. ഈ ദുനിയാവിൽ ആ മനുഷ്യനെ വിശേഷിപ്പിച്ചിരുന്ന ഏറ്റവും മോശമായ പേര് കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഒന്നാം ആകാശത്ത് ചെന്ന് നിൽക്കുന്ന മലക്കുകൾ ആകാശത്തിൻ്റെ കവാടം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, ഇനി ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ, ഫലാ യുഫത്തഹു ലഹു, ദുഷിച്ച ആത്മാവിന് വേണ്ടി വാനലോകത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നതല്ല. വാനലോകത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നതല്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലതാ അതിന് ഒരു തെളിവ് ഖുർആനിൽ നിന്ന് ഓതുന്നു. സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലതാ ഖുർആനിൽ നിന്ന് അതിന് തെളിവ് ഓതുകയാണ്. സൂറത്തുൽ അഅറാഫിലെ 40-ാമത്തെ വചനം ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അതിന് തെളിവ് ഓതി തരുകയാണ്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ, വാനലോകത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നതല്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഏതുവരെ? അവരുടെ സ്വർഗപ്രവേശനം ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, തുന്നാൻ ഉപയോഗിക്കുന്ന തുന്നക്കാരൻ്റെ ആ സൂചിയുടെ ഹോളിലൂടെ ഒരൊട്ടകം പ്രവേശിക്കൽ എത്രമാത്രം അസംഭവ്യമാണോ അതുപോലെയാണ് അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത്. മഹാലാണ്, അസംഭവ്യമാണ്, മുസ്തഹീലാണ്, സംഭവ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗപ്രവേശനം തീരെ നടക്കുകയുമില്ല. അങ്ങനെ അല്ലാഹു അതാ ആകാശത്തിൻ്റെ കവാടത്തിൽ എത്തി നിൽക്കുന്ന മലക്കുകൾക്ക് ഓർഡർ കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ ഫിൽ അർളി സുഫ്ലാ, അവൻ്റെ രേഖകൾ നിങ്ങൾ സിജ്ജീനിൽ അടയാളപ്പെടുത്തിക്കൊള്ളുവിൻ മലക്കുകളെ. എവിടെയാണ് ഈ സിജ്ജീൻ എന്ന് പറയുന്നത്? ഫിസ്സുഫ്ലാ ഫിൽ അർളി സുഫ്ലാ, പാതാളത്തിലാണെന്നാണ് പറഞ്ഞത്. എവിടെയാണ് ഈ പാതാളം നമുക്കറിയില്ല. അവൻ്റെ രേഖകളെല്ലാം പാതാളത്തിൽ രേഖപ്പെടുത്തുക. അങ്ങനെ അവിടെ വെച്ച് ആ ആത്മാവിനെ മലക്കുകൾ എറിയുമത്രേ. വാനലോകത്തിൻ്റെ ഉച്ചിയിൽ വെച്ച്, ഒന്നാം ആകാശത്തിൻ്റെ കവാടത്തിങ്കൽ വെച്ച് ആ ആത്മാവിനെ ഭൂമിയിലേക്കൊരേറങ്ങ് എറിയുമ്പോൾ സുമ്മ ഖറഅ, പിന്നെയും മുത്തുനേതാവ് ഓതുന്ന വചനം കേട്ടോ. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു അത്വയ്റു ഔ തഹ്വീ ബിഹിർ റീഹു ഫീ മകാനിൻ സഹീഖ്. അതാ അല്ലാഹുവിൽ പങ്കുചേർത്തവൻ്റെ ഉദാഹരണം കേൾക്കണോ? അവൻ വാനലോകത്ത് നിന്ന് വീണവനെ പോലെയാണ്. വാനലോകത്ത് നിന്ന് വീണാൽ അവനെ പക്ഷികളൊന്നെങ്കിൽ റാഞ്ചിയെടുക്കുന്നു, അതല്ലെങ്കിൽ കാറ്റ് വിദൂരമായ ദിക്കിലേക്ക് അവനെ കൊണ്ടുപോയി തള്ളുന്നു. വാനലോകത്ത് നിന്ന് വീണാലുള്ള മനോഗതി എന്തായിരിക്കും? നമ്മളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരല്ലേ? ശാന്തമായി യാത്രയാകുമ്പോൾ ശാന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനം എവിടെയെങ്കിലും ഒരു എയർ കട്ടറിൽ കുടുങ്ങി ഒന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ അതാ ഒരു തീയങ്ങ് കത്തിപ്പടരുകയല്ലേ? അതിൻ്റെ ബേജാർ എത്രയാണ്, അതിൻ്റെ പ്രയാസം എത്രയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള വീഴ്ച, അവിടെ മുതൽ അദാബിൻ്റെ അവസ്ഥയാണ്. ഭൂമിയിലേക്കങ്ങ് വീണ് അങ്ങനെ ആ ആത്മാവ് ഭൂമിയിലേക്ക് വന്ന് അവൻ്റെ ശരീരത്തിൽ
നരകത്തിലേക്ക് തന്നെ അതിനെ മടക്കപ്പെടുന്നു. വയഅ്തീഹി മലക്കാനി, ഖബറിൽ 2 മലക്കുകൾ വരുന്നു. ഫയുജ്ലിസാനിഹി, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ഫയഖൂലാനി, അവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഫയഖൂലു, മുനാഫിഖ് പറയുകയാണ്, കാഫിർ പറയുകയാണ്, ലാ അദിരി, ഓ എൻ്റെ കഷ്ടമേ, എനിക്കറിയില്ലല്ലോ. വീണ്ടും ചോദിക്കുന്നു, മാ ദീനുക, നിന്റെ ദീനേതാണ്? ലാ അദിരി, എനിക്കറിയില്ല. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, റസൂലിനെ കാണിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നു, ഈ മനുഷ്യനാരാണ്? ഫയഖൂലു ലാ അദിരി, എനിക്കറിയില്ല. ഫയുനാദി മുനാദിം മിനസ് സമാഇ അൻ കദബ ഫഫരിശൂ ലഹു മിനൻ നാരി വഫ്തഹൂ ലഹു ബാബൻ ഇലൻ നാരി ഫയഅ്തീഹി മിൻ ഹർരിഹാ വസുമൂമിഹാ. ഈ ലോകത്ത് വെച്ച് അള്ളാഹനെ അറിയാൻ അവന് ശ്രമമുണ്ടായില്ല, അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിയില്ല, റബ്ബിൻ്റെ വിശേഷണങ്ങൾ പഠിക്കാൻ അവൻ വന്നില്ല, റബ്ബിനെ മനസ്സിലാക്കുന്ന സദസ്സുകളിൽ അവൻ വന്നില്ല, റബ്ബിൻ്റെ ദീന് പഠിക്കാൻ അവൻ ഒരുങ്ങിയില്ല, റസൂലിൻ്റെ ചര്യ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടായില്ല. അങ്ങനെ ഒന്നും പഠിച്ചില്ല, ദുനിയാവിന് വേണ്ടി ജീവിച്ചു, ദുനിയാവിനെ പൂണ്ടുപിടിച്ചു, നിസാരമായ മധുരത്തിന് വേണ്ടി ആഖിറം മറന്നു. ഖബറിൽ അവൻ പഠിച്ചു പാഠം. അതാ വരുന്നു, അവനോട് അല്ല പറയാണ് മലക്കുകളോട്, അതാ ഖബറിലേക്ക് ഒരു കവാടമങ്ങ് തുറക്കൂ, അവന് കിട്ടാൻ പോകുന്ന നരകത്തിലെ സീറ്റിൽ നിന്ന് വരട്ടെ ഒരു കവാടം. അങ്ങനെ നരകത്തിൽ നിന്ന് അതിൻ്റെ ശക്തമായ ചൂട് ഖബറിലേക്ക് അടിച്ചു വീശുകയാണ്, സുമൂമ് വരികയാണ്, അവൻ്റെ രോമങ്ങളെപ്പോലും തുളച്ചു കയറുന്ന അതിശക്തമായ ചുടുകാറ്റ് വരികയാണ്. വയുളയ്യിഖു അലൈഹി ഖബറുഹു ഹത്താ തഖ്തലിഫ ഫീഹി അളിലാഉഹു, വാരിയല്ലുകൾ കോർക്കുമാർ ഖബർ ഇടുങ്ങി വരികയാണ്. അങ്ങനെ അതാ ദുഷിച്ച മുഖമുള്ള ഒരു മനുഷ്യൻ വരുന്നു. കണ്ടാൽ ഭീകര രൂപമാണ്, കണ്ടാൽ പേടിയുണ്ടാക്കുന്ന രൂപമാണ്, മോശം വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, ദുർഗന്ധം അടിച്ചു വീശുന്നു ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന്. അയാൾ ഖബറിൽ ഇങ്ങനെ വരുന്നു, പേടിച്ചരണ്ടു പോകുന്നു ആ ഭീകര രൂപം കണ്ടപ്പോ. ആ മനുഷ്യൻ പറയുന്നു, നീ വരുന്നത് കണ്ടാൽ ഒരു ദുഷിച്ച വർത്തമാനം പറയാൻ വന്നതുപോലെയുണ്ടല്ലോ, നീ ആരാണെന്നൊന്ന് പറയുമോ? അതാ മനുഷ്യൻ പറയുന്നു, അബ്ശിർ, നീ സന്തോഷിക്കും മനുഷ്യ, ഞാൻ നീ ചെയ്ത തിന്മകളാണ്, അവന അമലുകൽ ഖബീസോ, ഞാൻ നീ ചെയ്ത വൃത്തികേടുകളാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, റബ്ബി, എൻ്റെ നാഥാ, ലാ തുഖിമിസ്സാ, അന്ത്യനാൾ നിലവിൽ വരരുത് റബ്ബേ, അന്ത്യനാളിനെ കൊണ്ടുവരരുത് റബ്ബേ എന്ന ആ പ്രാർത്ഥനയുമായി ഖബറിൽ അദാബ് സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ദുഷിച്ച അടിമയുടെ, തിന്മ ചെയ്ത മനുഷ്യൻ്റെ, മുനാഫിഖിൻ്റെ, കപടവിശ്വാസിയുടെ, ഈമാനില്ലാത്ത അടിമയുടെ രംഗവും അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ദീർഘമായ ഹദീസ് മഹാന്മാരായ മുഹദ്ദിസുകൾ അവരുടെ ഹദീസിൻ്റെ കിതാബുകളിൽ ഖബറിലെ അഹ്വാലുകളുമായി ബന്ധപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചില കാര്യങ്ങൾ ഇനിയും നമുക്ക് വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ദീർഘമായി ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് നല്ല മരണമാണ്, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അബ്റാറുകളുടെ കൂട്ടത്തിൽ മരിക്കാൻ വേണ്ടിയാണ്, സ്വാലിഹീങ്ങളായുള്ള മരണമാണ് നമുക്ക് വേണ്ടത്, മുസ്ലിമായി കണ്ണടക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് വേണ്ടത്, മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ടുള്ള മരണമാണ് നാം കൊതിക്കേണ്ടത്. അത് കൊതിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിന് നമ്മൾ എടുക്കേണ്ട ചില പണികളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കേണ്ടതുണ്ട്. നല്ല നിലക്കുള്ള ഭാഗ്യവാനായ ഒരു മനുഷ്യൻ്റെ മരണം എങ്ങനെ സാധ്യമാകും?
എങ്ങനെ നല്ല നിലക്ക് മരിക്കാം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് മുൻകരുതലുകൾ സ്വീകരിക്കണം, നമ്മുടെ സമീപനങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഓരോ കാരണങ്ങളും മഹാന്മാരായ ഉലമാക്കൾ അക്കമിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം നമുക്ക് വഴിയെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉൾക്കൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് അത് മരണം വരെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവനെ, ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകിയതിന് ശേഷം ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ദുർഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ. പഠിച്ചവനെ, നിൻ്റെ പ്രവാചകൻ്റെ ചര്യ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് നീ എത്രയും വേഗം രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ.